വെയിറ്റ്, മഞ്ചാടിക്കുരു വെച്ച് കൃഷ്ണമാല ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? നമുക്ക് നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, ഇതിനു മുന്നേ മഞ്ചാടിക്കുരുവിന് എങ്ങനെ ഹോൾ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കഷ്ടപ്പെട്ട് ആ ഇഷ്ട രൂപത്തിൽ എത്തിക്കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അല്ലേ, ആ ഒരു സന്തോഷമാണ് ഇത് കേട്ടോ. ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ഒരു മാല ഉണ്ടാക്കി അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക എന്നുള്ളത്, എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷം ഉണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല, അത്രയുണ്ട്. പിന്നെ അത് മാത്രമല്ല, മഞ്ചാടിക്കുരു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് ആക്ച്വലി എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. മഞ്ചാടിക്കുരുവിൻ്റെ മാല ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള. പക്ഷേ ആ ഒരു മഞ്ചാടിക്കുരു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായത് ആദ്യം ഗുരുവായൂരപ്പന് തന്നെ അങ്ങനെ ഒരു മാല ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് വെറൈറ്റി രീതിയിലായിരിക്കണം, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ആ വെറൈറ്റി രീതിയിൽ അതിൽ മയിൽപ്പീലി ഉണ്ടായിരിക്കണം, കുറച്ച് റിച്ച് ആയിരിക്കണം, അങ്ങനെയൊക്കെ തോന്നിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജകുമാരന് എങ്ങനെയാണോ നമ്മൾ മാല അണിയിച്ചു കൊടുക്കുക, ആ ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വേണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഡിസൈനാണിത്. പക്ഷെ എൻ്റെ കൂടെ ChatGPT എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ChatGPTയോട് പോയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കുന്തൻ സ്റ്റോണും മയിൽപ്പീലിയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിതിനെ ഒരു ലോക്കറ്റാക്കി മാറ്റണം, എങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചു തന്നത് ChatGPT ആണ്. പക്ഷേ ChatGPT കാണിച്ച ഡിസൈനും ഞാൻ മനസ്സിൽ കണ്ട ഡിസൈനും ഒന്നായിപ്പോയി. ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരു അമ്മ പെറ്റ മക്കളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഡിസൈൻ എങ്ങനെയാണെങ്കിലും നമ്മളതിൽ എങ്ങനെ മയിൽപ്പീലി ഫിറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു പിന്നെ ചിന്തിച്ചത്. കാരണം അതിൽ പ്രത്യേകിച്ച് ഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി നമുക്ക് ആ ഐഡിയയിലേക്ക് എത്താൻ വേണ്ടി പറ്റി. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ടായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതേപോലെ എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ചെയ്തത് മഞ്ചാടിക്കുരുവിന് ആദ്യം തന്നെ എല്ലാം ഹോൾ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ മണ്ടത്തരം, ഞാനത് വെള്ളത്തിലിട്ട് വെച്ചു, റോസ് വാട്ടർ ഇട്ട് വെച്ചു. കാരണം ഗുരുവായൂരപ്പന് കൊടുക്കാൻ കുറച്ച് ശുദ്ധിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. ഞാനത് എടുത്ത് ഉണക്കി കഴിഞ്ഞപ്പോൾ ആ ഹോളൊക്കെ അടഞ്ഞതുപോലെ. പിന്നെ ഞാൻ രണ്ടാമത് അതിന് ആ സെയിം ഡോട്ട് കാണുന്നിടത്തിൽ തന്നെ പിന്നെ ഞാൻ തുളച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പം അതാണ് പറഞ്ഞത്, നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അത് എന്നാലും നമ്മൾ വിചാരിച്ച ആ രൂപത്തിലോട്ട് എത്തുമ്പോൾ എന്താലേ ആ ഒരു സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കണ്ടല്ലോ. തെറ്റുകൾ ഉണ്ടാകും, അത് തിരുത്തി മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇനിയും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.